السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ ഒന്നും പടച്ചറബിൻ്റെ കോടതിയിൽ നമ്മെ സംരക്ഷിക്കുവാനോ സഹായിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവൻ്റെ പരലോകരക്ഷയ്ക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ആണും പെണ്ണും ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ, ഇതിന് പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വത്തെ നമ്മൾ അളക്കാറുള്ളത് ഇതര ജീവികളോട്, പ്രത്യേകിച്ചും സഹജീവികളോട് അയാൾ കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഹനമിടിച്ച് വഴിയോരത്ത് തെറിച്ചു വീണ് ചോര ഒലിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഒരാളെ കണ്ടിട്ടും അയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുവാനോ അയാൾക്ക് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുവാനോ ശ്രമിക്കാതെ തൻ്റെ മൊബൈൽ ഫോണിൽ ആ ചിത്രമെടുത്ത് പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും മനുഷ്യത്വമില്ലാത്തവൻ. മനുഷ്യത്വമില്ലാത്തവനെന്ന് അയാളെക്കുറിച്ച് നമ്മൾ പറയും. വിശക്കുന്ന വയറും ദയനീയമായ കണ്ണുകളുമായി നമ്മുടെ മുമ്പിൽ വിറക്കുന്ന കൈനീട്ടി സർ വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിലേക്കൊന്നും വെച്ചു കൊടുക്കാതെ തിരിഞ്ഞു പോകുന്ന ഒരു മാന്യനെ കാണുമ്പോൾ നമ്മൾ പറയും മനുഷ്യത്വമില്ലാത്തവനാണ് അയാൾ, അല്ലേ? സ്വന്തം വീട്ടിലെ മാതാപിതാക്കൾ കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുസരിച്ച് അനുഭവിച്ച്
കഷ്ടപ്പാടിൽ, ദുരിതത്തിൽ, ദുരന്തത്തിൽ ജീവിക്കുമ്പോൾ ആ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ഒരു മനുഷ്യൻ അവൻ്റെ നാട്ടിൽ എത്ര വലിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയാലും ആ മനുഷ്യനെ കുറിച്ച് അറിയുന്ന ആളുകൾ പറയും അയാൾ മനുഷ്യത്വമില്ലാത്തവനാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവികളോടുള്ള അയാളുടെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യത്വം നമ്മൾ അളക്കുക. നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുന്നത് കാണുമ്പോൾ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുള്ള അവൻ്റെ ഒരു വികാരമാണ്. അവിടെ നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ നമ്മൾ ആലോചിക്കാറില്ല. എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ ശക്തമായ തീ പടർന്നപ്പോൾ തൻ്റെ ആരുമല്ലാത്ത, തനിക്ക് മുമ്പ് പരിചയമില്ലാത്ത, താൻ കണ്ടിട്ടില്ലാത്ത, താനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകളെ ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് രക്തസാക്ഷിയായ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി നമ്മുടെ നാട്ടുകാർ സംസാരിച്ചു. അയാൾ മനുഷ്യത്വമുള്ളവനാണെന്ന്. ഞാൻ ഒരു വഴിയോരത്ത് ഒരു റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. നല്ല തിരക്കുള്ള റോഡാണ്. റോഡൊന്ന് മുറിച്ചു കടക്കാൻ സാധിക്കുന്നില്ല. വാഹനങ്ങൾ ചീറിപ്പായുകയാണ്. എൻ്റെ അടുത്ത് ഒരാൾ വന്നു നിന്നു, ഒരു വടിയൊക്കെ ആയിട്ട്. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ കറുത്ത കണ്ണട വച്ചിട്ടുണ്ട്. അയാളുടെ മുഖഭാവം കണ്ടാൽ അറിയാം അയാൾ അന്ധനാണ്, കണ്ണ് കാണാത്തവനാണ്. അയാൾ എൻ്റെ അടുത്ത് നിന്നു. എനിക്ക് അയാളെ പരിചയമല്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല, അയാളുടെ പേരറിയില്ല, ജാതി അറിയില്ല, ഒന്നും അറിയില്ല. ഒരു മനുഷ്യൻ. പക്ഷേ അയാൾക്ക് കാത്തു നിൽക്കാൻ ക്ഷമയില്ലായിരുന്നു. അയാൾ പതുക്കെ റോട്ടിലേക്ക് ഇറങ്ങി. നാല് ഭാഗത്തു നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ അയാൾ കാണുന്നില്ല. അയാൾ ഏകദേശം റോഡിൻ്റെ മധ്യത്തിലേക്ക് എത്താനായപ്പോൾ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വരുന്ന ഒരു വാഹനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ റോട്ടിലേക്ക് എടുത്തു ചാടി ആ മനുഷ്യൻ്റെ കുപ്പായത്തിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ഞാനും അയാളും റോഡിൻ്റെ ഓരത്തേക്ക് തെറിച്ചു വീണു. മുടിനാരിയുടെ വ്യത്യാസത്തിൽ അയാൾ രക്ഷപ്പെട്ടു. ഞാനാ ചെയ്തത് രാഷ്ട്രപതിയുടെ ധീരതക്കുള്ള അവാർഡ് കിട്ടുവാൻ തക്ക ഒരു വലിയ പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ പറയൂല, ഞാനും പറയൂല, ആരും പറയൂല. കാരണം ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും അത് ചെയ്തു പോകും. തൻ്റെ കൺമുമ്പിൽ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നടന്നു പോകുന്ന വഴിയിൽ ഏറെ താഴ്ചയുള്ള ഒരു ജലാശയത്തിൽ ഒരാൾ ശ്വാസം കിട്ടാതെ മുങ്ങിപ്പൊങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ചാടി രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമ്മൾ ചാടി രക്ഷപ്പെടുത്തും. അല്ലെങ്കിൽ ഒരു തുണിയോ ഒരു വടിയോ ഇറക്കിക്കൊടുത്ത് അയാളെ വലിച്ചു കയറ്റാൻ ശ്രമിക്കും. അതിനും സാധ്യമല്ലാത്ത സമയത്ത് ഫയർഫോഴ്സിൻ്റെ, പോലീസിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. അതിനും കഴിയാത്ത സമയത്ത് നമ്മൾ വാവിട്ട് നിലവിളിക്കും, നാട്ടുകാരെ ഓടി വരിൻ, ഒരാളിതാ വെള്ളത്തിൽ പോകുന്നു. ആ ചെയ്തതിൻ്റെ പേരിൽ എനിക്കെന്തെങ്കിലും അവാർഡ് തരണമെന്നോ എന്നെ അനുമോദിക്കണമെന്നോ ഈ നാട്ടിൽ ആരും പറയില്ല. അതൊക്കെ സാധാരണയായി ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. എന്തിനേറെ ഹൈവേ പോലീസുകാർ വഴിയോരത്ത് വണ്ടി നിർത്തി കാത്തിരിപ്പുണ്ടെങ്കിൽ അതിൽ പോകുന്ന ബൈക്കുകാർ മുഴുവനും ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കൂലേ, ആ പോകുന്നവന് ആ 100 രൂപ ഫൈനിൽ കുടുങ്ങണ്ട എന്നുള്ള നിലക്ക്. എന്തൊരു സ്നേഹ ആൾക്കാർക്ക്. ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, പാർട്ടി പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല അല്ലേ? അങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ കിടപ്പ് എങ്കിൽ അല്ലേ? ഒളിമ്പിക്സിൽ ദീർഘദൂര ഓട്ടത്തിൽ തമ്മിൽ തട്ടി തടഞ്ഞു വീണ കായിക താരത്തിനെ എഴുന്നേൽപ്പിച്ച് ഓടാൻ പ്രേരിപ്പിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ 2 അത്ലറ്റുകളെ കുറിച്ച് ബഹുമാനത്തോടെ ആദരവോടുകൂടി ലോകം സംസാരിക്കുന്നത് ഇന്നലകളിൽ നമ്മൾ കേട്ടു. ഒക്കെ ശരിയാ. ഒരാളോട് കരുണ കാണിക്കുക, ഒരാളോട് ദയ കാണിക്കുക, അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് മാനുഷിക ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ അടയാളമാണ് എന്ന് ഈ ലോകം മുഴുവനും തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന, അവൻ ചെന്ന് ചേരാനിരിക്കുന്ന ഏറ്റവും ഭീകരമായ അപകടം ഏതാണ്? പട്ടിണിയാണോ? തീപിടുത്തമാണോ? ആണവ സ്ഫോടനങ്ങളാണോ? എയ്ഡ്സ് ആണോ? ഹെപ്പറ്റൈറ്റിസ് ബി ആണോ? ലോകത്തിലെ നടുക്കുന്ന മാരകമായ രോഗങ്ങളാണോ? അല്ല എന്ന് വിശ്വസിക്കുന്നു ഓരോ മുസ്ലിമും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ
അവൻ ചെന്ന് ചേരാനിരിക്കുന്ന ഏറ്റവും ഭീകരമായ അപകടം പടച്ച റബ്ബിന്റെ കഠിനമായ നരകമാണ് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. ക്യാൻസർ ബാധിച്ചാലേ ഒരു 4-5 കൊല്ലൊക്കെ ഇടങ്ങേറുണ്ടായാലും പിന്നെ മരിക്കും. പിന്നെ ആ ക്യാൻസറിന്റെ ഇടങ്ങേറില്ലല്ലോ. പട്ടിണി കിടന്നാലേ ഒരു 10-15 ദിവസമൊക്കെ പട്ടിണി കിടന്നവൻ മരിക്കും. പിന്നെ അവന് പട്ടിണിന്റെ ഇടങ്ങേറില്ലല്ലോ. ബോംബ് പൊട്ടിയാലോ മരിക്കും, തീ പിടിച്ചാലോ മരിക്കും. മരിച്ചാ പിന്നെ തീപിടുത്തത്തിന്റെ വേദന അല്ലല്ലോ. പക്ഷേ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിക്കുവാനും മരിക്കുവാനും കഴിയാത്ത ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിലെ നൂൽപാലത്തിലൂടെ അനന്തമായ കാലം വേദനയുടെ ലോകത്ത് മാത്രം ജീവിക്കേണ്ടി വരുന്ന ആ നരകത്തിന്റെ തീജ്വാലയിലേക്ക് ഒരാൾ നടന്നു പോകുന്നത് കാണുമ്പോൾ അയാളോട് അരുതെന്ന് പറയാനും ആ വഴിയിൽ നിന്ന് അയാളെ വിലക്കുവാനും ശ്രമിക്കുക എന്നതിനേക്കാൾ വലിയ എന്തൊരു മാനുഷിക ദൗത്യമാണ് ഈ ഭൂമിയുടെ മേലെ ഒരു മനുഷ്യന് നിർവഹിക്കാനുള്ളത് അല്ലേ? അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്തപ്പോ അതികഠിനമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയരായിട്ടുണ്ട് മുൻകഴിഞ്ഞു പോയ കാലത്തെ പ്രവാചകന്മാർ. തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, കുരിശിലേറ്റിയിട്ടുണ്ട്, ഈർച്ചവാള് കൊണ്ട് 2ആയി പകുത്തു മാറ്റിയിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും മുമ്പിൽ തലയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന, മുഖത്തുകൂടി ഒലിച്ചിറങ്ങുന്ന കട്ടയായ ചോര തുടച്ചു മാറ്റിയിട്ട് ആ പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറഞ്ഞത് ഇന്നി ലക്കും നാസിഹുൻ അമീൻ. കൂട്ടരെ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഞാൻ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ വന്ന ആളല്ല, ബാപ്പയെയും മക്കളെയും തെറ്റിപ്പിക്കാൻ വന്നയാളല്ല, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വന്നയാളല്ല, ഛിദ്രതയുണ്ടാക്കാൻ വന്ന ആളല്ല, അധികാരം പിടിച്ചെടുക്കുവാൻ വന്ന ആളല്ല. ഞാൻ നിങ്ങളുടെ നേതാവാകാൻ ശ്രമിക്കുന്ന വ്യക്തിയല്ല, ഞാൻ നിങ്ങളുടെ രാജാവാകാൻ വന്നയാളല്ല. ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ്. നിങ്ങൾക്ക് ഗുണമുണ്ടാവണം, നിങ്ങൾക്ക് നന്മയുണ്ടാവണം, നിങ്ങൾക്ക് ഖൈറുണ്ടാവണം, നിങ്ങൾക്ക് അപകടമുണ്ടാവരുത്, നിങ്ങൾ നാളെ വേദനിക്കരുത്, നിങ്ങൾ നാളെ കഷ്ടപ്പെടരുത്, നിങ്ങൾ നാളെ കരയരുത്, നിങ്ങളുടെ കണ്ണുനീര് നാളെ തുള്ളിയായിട്ട് ഉറ്റി വീഴരുത്. നിങ്ങൾക്ക് ഗുണകാംക്ഷ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ നിങ്ങൾ ശത്രുവായി കാണേണ്ട, ഞാൻ നിങ്ങളുടെ മിത്രമാണ് എന്ന് പറഞ്ഞ ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കാൻ 2 കാരണമുള്ളത്. ഒന്ന്, എങ്ങനെയാ ഇപ്പം നമ്മൾ പ്രബോധനം ചെയ്യുക? അങ്ങോട്ട് ഇറങ്ങിയാൽ ആൾക്കാർ ചോദിക്കുകയാണ്, ഇത് ജിന്നാണോ, ഇത് ശൈത്താനാണോ, മനുഷ്യനാണോ? ആകെ മാനക്കേടായി. ഒരു കാലത്ത് മുജാഹിദ് എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നെറുവിലേനു എൻ്റെ സ്ഥാനം. ഇപ്പം ആകെ അടിപ്പോയി. അതുകൊണ്ട് ഞാൻ പരിപാടിക്കല്ല, എന്നിട്ട് വിളിക്കും വേണ്ട, എന്നോടൊട്ട് പറയും വേണ്ട, ഞാനൊട്ട് വരൂല്ല. ഓൻ കയറിപ്പോയി. 2ാമത്തെ വിഭാഗം എന്താ വിചാരിച്ചറിയോ? അതെ, കാലം മാറി. സലഫി എന്നൊക്കെ ബോർഡ് വെച്ചാലേ പോലീസുകാർ ആട്ടിപ്പിടിക്കണ കാലം വരിക. അതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ ആ ദൈവത്തിനോ നമ്മളില്ല, നമ്മളൊക്കെ മറ്റുള്ളവരോടൊക്കെ അങ്ങനെ സമരസപ്പെട്ട് താഴേക്കൊന്ന് ചെറുതാക്കി ഒന്നങ്ങനെ ഓരോടൊക്കെ ഒരു ലേശം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു വ്യത്യാസമല്ലാതെ ഞങ്ങളും നിങ്ങളൊപ്പൊക്കെ തന്നെയാണ്, ആ പറയപ്പെടുന്ന ആൾക്കാരൊന്നല്ല ഞങ്ങളൊക്കെ നിങ്ങളൊപ്പം തന്നെയാണ് എന്ന് അവരോടൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ജീവിക്കുക. ഈ പ്രബോധനം എന്നൊക്കെ പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ഭിന്നിപ്പുണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് വല്ല മരം കുഴിച്ചിട്ടോ റോഡ് നന്നാക്കിയിട്ടോ ഒക്കെ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം, അതാണ് ഇപ്പൊ തടിക്ക് നല്ലത് എന്ന് വിശ്വസിച്ച് ഈ പരിപാടി നിർത്തിവെച്ച ആൾക്കാരുണ്ട്. സത്യത്തിൽ നമ്മൾ എന്തിനാണ് പ്രബോധനവുമായി ഈ ലോകത്തേക്ക് ഇറങ്ങിയത്? അധികാരത്തിന് വേണ്ടിയാണോ? നമ്മുടെ നാട്ടിലെ പല മതപ്രസ്ഥാനങ്ങളും സ്വന്തം അനുയായികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് ആ പട്ടികയുമായി ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് കയറി ചെന്ന് ആ രാഷ്ട്രീയ പാർട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത്ര വോട്ട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ആ വോട്ടുകൾ ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് മതസംഘടനകളുണ്ട് ഇല്ലേ? രാഷ്ട്രീയം തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാനാകുമ്പോഴേ എല്ലാ ഞാഞ്ഞൂലിനും പത്തിയകാരം
എന്നിട്ട് ഇങ്ങനെ രാഷ്ട്രീയക്കാരങ്ങനെ ബർപ്പിക്കല പണി. ആ തക്കത്തിന് കിട്ടാവുന്നൊക്കെ ഞാൻ ഇപ്പം നേരെ കേട്ടത്, ഞങ്ങൾ ഏതോ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിൻ്റെ ഒക്കെ പൈസ വാങ്ങിയാണ്ട് റിലീഫ് പ്രവർത്തനത്തിന് പൈസ വാങ്ങിയത്രേ. അപ്പോൾ പൈസ വാങ്ങിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ വോട്ടൊക്കെ മിക്കവാറും നിങ്ങൾക്ക് തരും. അങ്ങനെ മൂപ്പര് കൊടുത്തു. ഇതറിഞ്ഞ മറ്റേ സ്ഥാനാർത്ഥി അതിലേറെയും കൊടുത്തു. ആർക്കാ പോലും വോട്ട് ചെയ്ത് അറിയില്ല, സംഗതി പൈസയൊക്കെ വാങ്ങിക്കണം. ഈ കോലത്തിൽ രാഷ്ട്രീയക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്ന പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. കൂട്ടരെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഒരു അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി അധികാരത്തിൻ്റെ ഇടവഴികളിൽ അവിടെ തങ്ങി നിൽക്കുന്ന, ആ ഇടവഴികളിൽ കാത്തുകെട്ടിക്കിടക്കുന്ന ആ ആളുകളുടെ മുഖത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു നേതാവിനെയെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികകളിൽ അധികാരത്തിന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലൈനല്ല. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നോ തോൽപ്പിക്കണമെന്നോ ഇന്നുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് ഏതെങ്കിലും ശാഖയിലേക്ക് പോയതായിട്ട് നിങ്ങൾ പരിശോധിച്ചോ? മുജാഹിദ് പ്രസ്ഥാനം എന്നല്ല, 924 കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ 2016 വരെയുള്ള അതിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ അധികാരത്തിന് വേണ്ടി ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പണിയെടുക്കുന്നത്? നമ്മൾ പണിയെടുക്കുന്നത് മാനുഷികമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. എൻ്റെ കൂടെ ജീവിക്കുന്ന, എൻ്റെ തോളിൽ കൈയിട്ട് ജീവിക്കുന്ന, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന, എന്നോട് തമാശ പറയുന്ന, എൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, എൻ്റെ വീട്ടിലെ സന്തോഷത്തിൽ എന്നെക്കാളേറെ സന്തോഷിക്കുന്ന, എൻ്റെ വീട്ടിലെ വേദനകളിൽ എന്നെക്കാളേറെ വേദനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ഈ ലോകത്തിന് ഇറക്കിക്കൊടുത്ത അപാരമായ സത്യം മനസ്സിലാക്കാതെ നരകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വേദനിപ്പിക്കൂലേ? എന്നെ വേദനിപ്പിക്കുന്നില്ലേ? എൻ്റെ കൂടെ ജീവിക്കുന്നയാൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാൾ, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നയാൾ, എന്നോട് കാര്യങ്ങൾ സംസാരിക്കുന്ന, ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നയാൾ, അങ്ങനെ ഒരാൾ ഞാൻ വിശ്വസിക്കുന്നത് പ്രകാരം അപകടകരമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, സുഹൃത്തെ, ഈ വഴിയിൽ ചില അപാകതകളുണ്ട്, ഇതാണ് സത്യം, അതിനെക്കുറിച്ച് താങ്കൾക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് പറയുന്നത് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മതം മാറ്റാനല്ല, പാർട്ടി വലുതാക്കാനല്ല, പ്രസ്ഥാനം വലുതാക്കാനല്ല, ഇതൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് ശേഷം അവനെ കാത്തിരിക്കുന്ന ഭീകരമായ ശിക്ഷയിലേക്ക് നമ്മുടെ ഒരു സഹജീവി നടന്നു പോകുമ്പോൾ, ആ സഹജീവിയോട് ഈ പോക്കിൽ അപകടമുണ്ട്, ഈ ജീവിതത്തിൽ അപകടമുണ്ട്, ഈ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് സുഹൃത്തെ ഇങ്ങനെ ഒരു സത്യമുണ്ട്, ആ സത്യത്തെക്കുറിച്ച് താങ്കൾക്കൊന്ന് ചിന്തിച്ചുകൂടെ, ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് പറയുന്നതല്ലേ നമ്മുടെ പ്രബോധനം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹോദരന്മാരുടെ, തൻ്റെ അനുയായികളുടെ കൂടെ വഴിയോരത്ത് നിൽക്കുമ്പോൾ ഒരു ശവഘോഷയാത്ര കടന്നു പോകുക. കണ്ടാൽ അറിയാ ഒരു ജൂതൻ്റെതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. അതൊരു മര്യാദയാണ്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാതി നോക്കണ്ട, നാട് നോക്കണ്ട, ഭാഷ നോക്കണ്ട, എങ്ങനെ മരിച്ചു നോക്കണ്ട. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഇസ്ലാമിന്റെ മര്യാദയാണ്. അല്ലേ? സഹാബത്ത് എഴുന്നേറ്റുന്നു. അള്ളാന്റെ റസൂലിനെ അവർ ശ്രദ്ധിച്ചു. പ്രവാചകൻ കരയുന്നു. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ പ്രവാചകന്റെ താടിരോമങ്ങളിലൂടെ ഇറ്റി വീഴുന്നു. സഹാബികൾക്ക് അത്ഭുതമായി. അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു ജൂതനല്ല മരിച്ചത്. ജൂതൻ എന്നാൽ ഏത് കാലത്തും ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ആ ജൂതൻ മരിച്ചതിൻ്റെ പേരിൽ അങ്ങെന്തിനാണ് കരയുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മറുപടി നമ്മളെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കണം. പ്രവാചകൻ കൊടുത്ത മറുപടി, ജൂതൻ മരിച്ചതിൻ്റെ സങ്കടം കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, അയാൾ ജൂതനായിട്ടാണ് മരിച്ചത്. ഞാൻ ജീവിക്കുന്ന നാട്ടിലാണ് അയാൾ ജീവിച്ചത്.
നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി ആ മനുഷ്യനെ ഹാജരാക്കപ്പെടുമ്പോൾ, അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ എൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും, ഈ പരലോകത്തെ കുറിച്ചൊന്നും, ഈ നരക സ്വർഗങ്ങളെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ റബ്ബേ എന്ന് അയാളെങ്ങാനും പടച്ച റബ്ബിനോട് പറഞ്ഞാൽ ഞാൻ എന്താണ് അല്ലാഹുവിനോട് മറുപടി പറയുക എന്നോർത്താണ് ഞാൻ കരഞ്ഞത് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയില്ലേ? നമ്മുടെ കൂടെ ജീവിച്ച്, നമ്മുടെ തോളിൽ കൈയിട്ട്, നമ്മുടെ കണ്ണീര് തുടച്ചു തന്ന്, നമ്മുടെ സങ്കടങ്ങൾ മാറ്റി തന്ന്, നമുക്ക് പ്രയാസമുണ്ടായപ്പോൾ സാമ്പത്തികമായും ശാരീരികമായും നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന പരശതം ആളുകൾ, നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകൾ, നമ്മളെ കണ്ട് ചിരിച്ചവർ, നമ്മൾ അവരോട് ചിരിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അവരെങ്ങാനും പറഞ്ഞ പടച്ച റബ്ബേ, ഇയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു 8-10 കൊല്ലം, 10-15 കൊല്ലം, അയാൾക്കെല്ലാം അറിയാമായിരുന്നു, പക്ഷെ എന്നോട് ഈ കാര്യങ്ങളെ കുറിച്ച് അയാളൊന്നും പറഞ്ഞില്ലല്ലോ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നമുക്കെന്ത് മറുപടിയാണ് പറയാനുണ്ടാവുക? നമ്മളെല്ലാ കാര്യവും പറയും അല്ലേ? കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഏത് ട്രെയിനാ പോണേ നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട്. ആശുപത്രി പോകുമ്പോൾ ഏത് ഡോക്ടറെയാണ് കാണുന്നത് നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട്. വസ്ത്രങ്ങൾ എടുക്കാൻ ഏത് കടയാണ് നല്ലത് എന്ന് നമ്മൾ അവരോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിൽ നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ഏതാണ് എന്ന് അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യമല്ല, അത് നമ്മുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഖുർആനിലെ സത്യവിശ്വാസികളോട് ആ സത്യവിശ്വാസികൾ ചെയ്യണമെന്ന് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം നിസ്കാര ഒന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത. ഈ നിസ്കാരവും സക്കാത്തും കഴിഞ്ഞാലേ സത്യവിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കൽപ്പിക്കുന്ന കൽപ്പന നോമ്പ് നോൽക്കണം എന്നല്ല, സക്കാത്ത് കൊടുക്കണം എന്നല്ല. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആ സൃഷ്ടാവിന്റെ കൽപ്പനകളെ കുറിച്ച് നീ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വിരോധിച്ച കാര്യങ്ങളെക്കുറിച്ച് നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഔദാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഇതാ എനിക്ക് എത്തിച്ചു തരാനുള്ളത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇവിടെ ഹാജരുള്ളവൻ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകന്റെ ആഹ്വാനം ഉണ്ടായപ്പോൾ ചരിത്രം പറഞ്ഞത് ഏതു ഭാഗത്തേക്കാണോ അവരുടെ ഒട്ടകങ്ങളും കുതിരകളും തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ ഒട്ടകങ്ങളെയും കുതിരകളെയും ഓടിച്ചു പോയി. ജോലിക്ക് വേണ്ടിയല്ല, പണമുണ്ടാക്കാനല്ല, അധികാരത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയ പരമമായ ഈ സത്യത്തെക്കുറിച്ച് അത് കിട്ടിയിട്ടില്ലാത്ത മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ആ മാനുഷികമായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ മേൽ അല്ലാഹു തആല ഏൽപ്പിച്ച കൃത്യമായ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ആ ബാധ്യത നിർവഹിക്കേണ്ടത്? അതാണ് പ്രശ്നം അല്ലേ? ഇസ്ലാമിക ലോകത്തല്ല, മുസ്ലിം ലോകത്ത് ഈ ബാധ്യത നിർവഹിക്കപ്പെട്ടു പോരുന്ന കാലത്ത് അത്രയും സുഖകരമായിരുന്നില്ല അവരുടെ ജീവിതം. ചില ആൾക്കാരൊക്കെ പറയും തരങ്ങള്, അതെ മുസ്ലിങ്ങള് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലത്താട്ടോ നമ്മൾ ജീവിക്കണത്. അല്ല സുഹൃത്തെ, നിങ്ങൾ ചരിത്രം വായിക്കണം. ഏത് കാലഘട്ടത്തിലാണ് ഈ ലോകത്ത് മുസ്ലിങ്ങൾ കഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടം എന്നാണ് ഉണ്ടായത്? അല്ലേ? നിങ്ങളൊക്കെ പ്രവാചകന്മാരെ കഥ പഠിച്ചോരല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
വന്നിട്ട് സഹാബത്ത് ചോദിക്കുകയാണ്, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് ഏറ്റവും വിധേയരായ ആളുകൾ ആരാണ്? എന്താ മറുപടി? അതിന്റെ മറുപടി എന്താണെന്നറിയോ? അൽ-അംബിയാ, പ്രവാചകന്മാരാണെന്നാ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരോളം ഈ ലോകത്ത് കഷ്ടപ്പെട്ട ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച മറ്റൊരു മനുഷ്യ വിഭാഗം ഈ ലോകത്തുണ്ടായിട്ടില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചില്ലേ? അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നാം നിർവഹിക്കേണ്ട മാനവികമായ ദൗത്യം അത് ഇസ്ലാമിനെ വലുതാക്കാനല്ല, അത് പ്രസ്ഥാനം വലുതാക്കാനല്ല, അത് ആളുടെ എണ്ണ കൂട്ടാനല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരമമായ സത്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയ, നമുക്ക് ഹിദായത്തായി കിട്ടിയ ആ പരമമായ സത്യത്തെക്കുറിച്ച് അത് കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്ന ആ ഉത്തരവാദിത്വം അത് നിർവഹിക്കുകയാണ് ദഅവത്ത് അഥവാ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നിർവഹിക്കാനുള്ളത്. അപ്പോ ഒരു ബഹുസ്വര സമൂഹത്തിലെ പ്രബോധനത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വിശ്വാസങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്താണ് പ്രബോധനത്തിൻ്റെ ബാധ്യതയുമായി നമ്മളൊക്കെ കടന്നു വന്നിരിക്കുന്നത്. ഈ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടത്? അക്രമത്തിൻ്റെ ഭാഷയിലല്ല, പ്രീണനത്തിൻ്റെ ഭാഷയിലല്ല, ഉപദ്രവങ്ങളിൽ കൂടിയല്ല, സമ്മർദ്ദങ്ങളിൽ കൂടിയല്ല. അങ്ങനെ ഒരു ഭാഷ ഇസ്ലാമിന് അറിയുകയേ ഇല്ല. എങ്ങനെ? ഭീഷണി കൊണ്ട്, സമ്മർദ്ദം കൊണ്ട്, പ്രലോഭനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ വിവാദപരമായ പരാമർശമായിരുന്നല്ലോ പ്രണയ ജിഹാദൊക്കെ. പെൺകുട്ടികളെ പ്രണയിച്ച് അവരെ മതം മാറ്റി ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇസ്ലാം മതത്തിൽ അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? നോക്കൂ നിങ്ങൾ, നൂറ്റാണ്ടുകൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് മുസ്ലിം രാജാക്കന്മാർ. എന്നിട്ടും ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ എണ്ണം 13% താഴെയായത്. ഇസ്ലാമിക പ്രബോധനം എന്നത് ആയുധം കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടോ പ്രീണനങ്ങൾ കൊണ്ടോ നടത്തേണ്ട ഒരു കാര്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിന്റെ കാര്യത്തിൽ സമ്മർദ്ദങ്ങൾ പാടില്ല, ബലാത്കാരങ്ങൾ പാടില്ല, ഭീഷണികൾ പാടില്ല, പ്രീണനങ്ങൾ പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. കാര്യങ്ങൾ വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്, സന്മാർഗത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നിരിക്കെ ആ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവന്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന ലളിതമായ സത്യം അത് പറഞ്ഞു കൊടുക്കൽ വളരെ എളുപ്പല്ലേ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ആ ലോകത്തിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച ആ പടച്ച റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇത് ഖുർആൻ പറഞ്ഞത് മുസ്ലിങ്ങളോടാണോ? മുസ്ലിങ്ങൾ പടച്ചോനെ തന്നെ ആരാധിക്കണേ. പിന്നെ ഈ ആഹ്വാനം ആരോടാ? ഈ ആഹ്വാനം അതല്ലാത്ത മറ്റു ശക്തികളെ ആരാധിക്കുന്നവരോടല്ലേ? തീർച്ചയായും അത് അവരോട് പറയാൻ, ഈ സത്യം അവർക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു നമ്മളെ ഉത്തരവാദപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്. എവിടെ ഉത്തരവാദപ്പെടുത്തിയത്? നമുക്ക് തന്ന ഖുർആനിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ അയലോകത്ത് ജീവിക്കണ ഒരു നാരായണേട്ടന് ഈ ആയത്ത് കിട്ടണമെങ്കിലേ നമ്മളില്ലാത്ത നേരത്ത് വാതിൽ ചവിട്ടിപ്പൊളിച്ച് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഷോക്കേസിൻ്റെ ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ച് ആ ഖുർആൻ എടുത്ത് പിന്നെ അമാനിമാലയുടെ പരിഭാഷ എടുത്ത് മൂപ്പർ ഒറ്റക്ക് നോക്കി പഠിച്ചാലേ മൂപ്പർക്ക് കിട്ടൂ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പർക്ക് അത് കിട്ടൂല. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പർക്ക് അത് കിട്ടൂല. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള നാരായണേട്ടൻ അല്ലെങ്കിൽ ജോസഫേട്ടൻ നാളെ റബ്ബിന്റെ മുമ്പിൽ, പടച്ചോനെ അങ്ങനെ ഒരു സന്ദേശം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞാൽ അവിടെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടവർ ഞാനും നിങ്ങളുമാണ്. മതപ്രബോധന സംഘടനകൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് കേരളം.
ലോകത്ത് ഇത്രയേറെ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി ഇത്രയേറെ സംഘടനകൾ ഇത്രയും ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഭൂവിഭാഗം ലോകത്തുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. എങ്കിൽ പിന്നെ എന്തേ നമ്മുടെ പ്രസക്തി, എന്തേ നമ്മുടെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ ദീന് കളങ്കമില്ലാതെ, അധികാരത്തിൻ്റെ ആഗ്രഹമില്ലാതെ, ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരെയും തോൽപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹുവിൻ്റെ ദീൻ അറിയിച്ചു കൊടുക്കുക എന്ന ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മളെ ഉള്ളൂ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ സന്മനസ്സുള്ള ആൾക്കാരുണ്ടായിരുന്നു. പണ്ട് ശ്രീനാരായണ ഗുരു ആലുവ മണൽപ്പുറത്ത് സർവമത സമ്മേളനം നടത്തിയപ്പോൾ അതിൻ്റെ ഗേറ്റിൽ വലിയതാക്കി എഴുതി വെച്ചത്രേ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. അല്ലേ? വാദിക്കാനും ജയിക്കാനുമല്ല, ഒരാളെ തോൽപ്പിക്കാനല്ല, ഒരാൾ മോശമാണെന്ന് പറയാനല്ല, സത്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്ന ആ യുഗധർമ്മം, അതാണ് ഒരു പ്രബോധകൻ നിർവഹിക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്നത് പോലുള്ള ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അതിന് ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ഈ പ്രകാശം പ്രോജ്വലമാക്കുവാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പ്രബോധകനാവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.